ഇതൊരു രസകരമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. രാജാവ് തൻ്റെ തോട്ടം ഒരു കർഷകനെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ കർഷകൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫാമറാണ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് അദ്ദേഹത്തിന് ആ തോട്ടത്തിൽ നിന്ന് കിട്ടി. ഒരു ചടങ്ങുണ്ടല്ലോ, നമ്മൾക്ക് തോട്ടം നോക്കാൻ തന്നതായതുകൊണ്ട് രാജാവിന് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. ഈ കർഷകൻ ഒരു ദിവസം ഒരു കുട്ട നിറയെ ഗ്രേപ്സ് ആയിട്ടാണ് രാജാവിനെ കാണാൻ പോയത്. രാജാവിൻ്റെ കാൽക്കൽ ഈ കൊട്ട സമർപ്പിച്ചു. പക്ഷെ അപ്പോൾ രാജാവിൻ്റെ മൂഡ് അത്ര ശരിയായിരുന്നില്ല. എന്തോ കാര്യത്തിന് അദ്ദേഹം വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹം അറിയാതെ ഈ കുട്ടയിൽ നിന്ന് ഓരോ മുന്തിരി എടുത്തിട്ട് ഇങ്ങനെ എറിയാൻ തുടങ്ങി. ഈ മുന്തിരി എല്ലാം പോയി കർഷകൻ്റെ ദേഹത്താണ് കൊള്ളുന്നത്. ഈ ഓരോ മുന്തിരിയും കർഷകൻ്റെ ദേഹത്ത് കൊള്ളുമ്പോൾ കർഷകൻ പറയുന്നുണ്ട് ദൈവം കരുണയുള്ളവനാണെന്ന്. കുറേ കഴിഞ്ഞപ്പോഴാണ് രാജാവ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാജാവ് കർഷകനോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് എപ്പോഴും ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയുന്നത്? ഈ ഏറ് കൊണ്ടിട്ടും അങ്ങനെ എന്താ പറയാൻ കാര്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ കർഷകൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഓർക്കുകയായിരുന്നു രാജാവേ, എനിക്ക് മുന്തിരിയാണല്ലോ അങ്ങേക്ക് കൊണ്ടുവന്ന് തരാൻ തോന്നിയത്. ഇതിനു പകരം പേരയ്ക്കയോ തേങ്ങയോ ഞാൻ കൊണ്ടുവന്നാലുള്ള എൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. നമുക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്നെങ്കിൽ കൃതജ്ഞതയോടെ ജീവിക്കാം, അല്ലെങ്കിൽ ആവലാതി കംപ്ലെയിൻസ് പറഞ്ഞുകൊണ്ട് ജീവിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വളരെയധികം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ നന്മകളൊക്കെ നമുക്ക് കിട്ടുന്നത് അതിന് അവകാശപ്പെട്ടത് കൊണ്ടിട്ടാണ്. അതൊരു ബ്ലെസ്സിങ് ആയിട്ടൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കൃതജ്ഞതയോടെ ജീവിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാ ബ്ലെസ്സിങ്സും നമ്മളുടെ എന്തോ റൈറ്റ്സാണ് അല്ല ഒരു വിചാരമാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് കിട്ടുന്ന കഷ്ടപ്പാടുകളെ നമ്മൾ എപ്പോഴും ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആവലാതി ഇപ്പോഴും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കാറുണ്ട്. 10-20 വർഷവും ആ വണ്ടി ഓടിച്ചിട്ട് ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നോർത്ത് ഒരിക്കലും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കലും ആ വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ. അതാണ് ഒരു ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. കൃതജ്ഞതയോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചില തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്തൊക്കെയായിരിക്കണം? എല്ലാ ദിവസവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് ഇന്ന് ഒരു ഹെൽത്തി ലൈഫാണോ കിട്ടിയത്? നമ്മുടെ പാരൻസ് ഹെൽത്തി ആയിട്ടിരിക്കണോ? നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റ് അല്ലേ? നമുക്ക് സംസാരിക്കാൻ ഇന്ന് കഴിഞ്ഞില്ലേ? നമ്മൾ എത്രയോ ആളുകളുടെ അടുത്ത് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു. ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ നമുക്കിന്ന് പറ്റിയോ? നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്കിന്ന് കിട്ടിയില്ലേ? നമുക്ക് ഒരു അപകടവും ഇന്ന് പറ്റിയില്ലല്ലോ. ആരോടെങ്കിലുമൊക്കെ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അവരായിട്ടൊക്കെ നമുക്ക് അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലേ ഇന്ന്? ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് നമ്മുടെ മനസ്സിൽ വരും. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് നമുക്ക് ഈ പ്രഭാതം കാണാൻ കഴിഞ്ഞു, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു. നമുക്കോ നമ്മുടെ ഫാമിലിക്കോ ഒരു അപകടം ഇല്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞതിനുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഓൾമൈറ്റി, ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ യൂണിവേഴ്സ്, ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സിനെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നന്മകളെ കൃതജ്ഞതയോടുകൂടി അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. നാളെ കാണാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. Expect nothing and appreciate everything. Bye.